സന്തോഷമുള്ള ഒരു കാഴ്ചയിലേക്കാണ്. പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ 85-കാരി ചിന്നമ്മയെ ഓർമ്മയില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്നമ്മയെ കാണിച്ചു തന്നതാണ്. പ്രമേഹം മൂർച്ഛിച്ച ഒരു കാലൊക്കെ മുറിച്ചു മാറ്റി കിടപ്പിലാണ് ചിന്നമ്മ എന്ന അമ്മ. ക്ഷേമ പെൻഷന് അർഹതയുണ്ട്, പക്ഷേ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവായി വിരലടയാളം പതിപ്പിക്കാൻ അക്ഷയ സെന്ററിലേക്ക് പോകാൻ കാലില്ലാത്ത ചിന്നമ്മയ്ക്ക് എങ്ങനെ കഴിയും? പോകാൻ നല്ലൊരു വഴിയില്ല. വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യണമെന്ന് അക്ഷയ സെന്റർ അധികൃതരോട് നിരവധി തവണ അപേക്ഷിച്ചതാണ്, പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ ഇന്നലെയാണ് പ്രവീൺ പുരുഷോത്തമൻ ചിന്നമ്മയുടെ ദുരവസ്ഥ പറഞ്ഞത്. ഇന്ന് അതിൽ എത്രമാത്രം പരിഹാരമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നോക്കാം. പ്രവീണിലേക്ക് ഒരിക്കൽ കൂടി പോകാം. പ്രവീൺ പുരുഷോത്തമൻ, ഇന്നലെ പ്രവീണിനെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചതാണ്. എന്തായി? ചിന്നമ്മയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയോ? ഗുഡ് ഈവനിങ് സുജയ. ഏൽപ്പിച്ച കാര്യം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ വാർത്ത കണ്ട് അക്ഷയ സെന്ററുകാർ ഉടൻ തന്നെ ഇടപെട്ടു. ഇന്ന് രാവിലെ ചിന്നമ്മയുടെ വീട്ടിലേക്ക് വടശ്ശേരിക്കരയിൽ നിന്നും അക്ഷയ സെന്റർ അധികൃതർ എത്തി ചിന്നമ്മയുടെ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട്. ഏതായാലും ആ കുടുംബത്തിനാകെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മരുന്ന് വാങ്ങിക്കാൻ വളരെയധികം രൂപ ഓരോ മാസവും ചെലവാകുന്നുണ്ട്. മറ്റു വരുമാനങ്ങളൊന്നുമില്ല. മകൻ ഉണ്ണി കൂലിപ്പണിക്കാരനാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമുക്കറിയാം ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ വലിയ മുടക്കം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം. അതിനിടയിൽ ഈ മസ്റ്ററിംഗ് കൂടി നടന്നില്ലെങ്കിൽ അവരുടെ ക്ഷേമ പെൻഷൻ നഷ്ടമാകുന്നൊരവസ്ഥയായിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ മസ്റ്ററിംഗ് നടന്നിട്ടുണ്ട്. ചുരുങ്ങിയ തുകയാണെങ്കിൽ പോലും അവർക്ക് ചിന്നമ്മയെ സംബന്ധിച്ച് അത് വലിയ തുക തന്നെയാണ്. ആ പണം കിട്ടുമ്പോൾ അവർക്ക് മരുന്ന് വാങ്ങാം. അല്പം ആശ്വാസം എന്ന് തന്നെ പറയാം. ഇന്നലെ നമ്മൾ ഈ വാർത്ത കൊടുത്തിരുന്നു. അതിനുശേഷമാണ് അക്ഷയ അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. കഴിഞ്ഞ മാസം അവർ ഒട്ടനവധി തവണ അക്ഷയ സെന്ററുമായി ഇക്കാര്യം പറഞ്ഞ് അവരുടെ ഒരു അഭ്യർത്ഥന പോയിരുന്നു. പക്ഷേ അക്ഷയ സെന്ററുകാർ അങ്ങോട്ടേക്ക് എത്തിയില്ല. വടശ്ശേരിക്കരയിൽ നിന്നും കുറച്ച് കിലോമീറ്ററുകൾ മാറി ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ചിന്നമ്മയുടെ വീടുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അവർ മനഃപൂർവ്വം ഒരു അലംഭാവം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടെ വാഹനത്തിലേക്കൊക്കെ എത്തിച്ചേരുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അക്ഷയ സെന്റർ അധികൃതർ അങ്ങോട്ടേക്ക് എത്താതിരുന്നത്. ഏതായാലും റിപ്പോർട്ടർ ടിവിയിലൂടെ നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് ശേഷം അക്ഷയ സെന്ററുകാർ ആ വിഷയത്തിൽ ഇടപെട്ടു. സന്തോഷമായോ പ്രവീൺ? അവരോട് സംസാരിച്ചോ? ഇപ്പോൾ രാവിലെ മസ്റ്ററിംഗ് നടത്തിയ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ടീമിനും നമ്മുടെ എൻ്റയർ ടീമിനും ഒരു സന്തോഷമുള്ള കാഴ്ചയാണ്. കാരണം ഇടപെടലാകണം വാർത്ത എന്ന് നമ്മൾ പറയുമ്പോഴും പെട്ടെന്ന് നമ്മുടെ വാർത്തയിലൂടെ ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടത്തിക്കൊടുക്കാൻ, അതും ഇത്രയും ദൂരെ ഒരു റിമോട്ടായിട്ടുള്ള വളരെ ഉൾപ്രദേശമാണ് വടശ്ശേരിക്കരയുടെ ഇപ്പോൾ ഈ കിടക്കുന്ന പ്രവീൺ നിൽക്കുന്ന വീടിരിക്കുന്ന പ്രദേശമൊക്കെ. അപ്പോൾ അവിടേക്ക് എത്തി സഹായം നൽകാൻ നമ്മുടെ വാർത്തയിലൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അമ്മ എന്താണ് പ്രവീണിനെ കണ്ടപ്പോൾ? ഇന്നലെ കണ്ടപ്പോൾ വിഷമത്തോടെയാണ് സംസാരിച്ചത്, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രവീണിനെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ന് രാവിലെ നമ്മളെ വിളിച്ചിരുന്നു. പക്ഷേ അക്ഷയ സെന്ററിൽ നിന്നും ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തി മസ്റ്ററിംഗ് നടത്തിയ ശേഷമാണ് അവർ നമ്മളെ വിളിച്ചത്. കാരണം അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് അവർ കയറി വരുന്നു. അതിനിടയ്ക്ക് നമ്മളെ വിളിച്ച് നമ്മുടെ വാർത്താ സംഘത്തിന് അങ്ങോട്ടേക്ക് എത്താനുള്ളൊരു സമയം കിട്ടിയിരുന്നില്ല. എങ്കിലും അവർ ആ സന്തോഷം നമ്മളെ അറിയിച്ചു. ഞാൻ പ്രത്യേകം ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ആ ദൃശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ദൃശ്യം പകർത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു മൊബൈൽ ഫോൺ അല്ല ഉള്ളത്. അങ്ങനെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള ആരോ പകർത്തിയ ഒരു വീഡിയോ ദൃശ്യം നമുക്ക് അയച്ചു തരികയാണ് ചെയ്തത്. ഏതായാലും പ്രവീൺ, ഇങ്ങനെ വേണം നമ്മുടെ ഇടപെടൽ. പ്രവീൺ നല്ല ഒരു വാർത്താ മാതൃകയാണ് നമ്മുടെ സഹപ്രവർത്തകർക്കായാലും എല്ലാവർക്കും മുന്നിൽ കാഴ്ചവെച്ചത്. അതായത് കഴിഞ്ഞ ദിവസം അവിടെ പോയി നിന്നപ്പോൾ ഇത് നടക്കുമോ എന്ന് എനിക്കും ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ പ്രവീണിനോട് അത് പറഞ്ഞു. പ്രവീൺ കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്തു. നമ്മുടെ വാർത്ത കണ്ട അധികൃതർ ആ വീട്ടിലെത്തി. ആ അമ്മയ്ക്ക് 85-കാരിയാണ്. കാല് മുറിച്ചു മാറ്റി അവിടെ പോയി മസ്റ്ററിംഗ് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക, ഉടൻ പരിഹാരം ഉണ്ടാക്കുക. മറ്റൊരാളുടെ ജീവിതമല്ലേ, അതിലേക്കൊരു വെളിച്ചം വീശാൻ ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ പറ്റുമെങ്കിൽ അതങ്ങ് ചെയ്തേക്കണം.